ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കോട്ടക്കൽ എടരിക്കോട് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഡ്രൈവർ മരിച്ചു. പെരുമണ്ണക്ലാരി പണിക്കർപടി സ്വദേശിയായ മുജീബാണ് മരണപ്പെട്ടത്. നിലമ്പൂർ ചുങ്കത്തറയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചുങ്കത്തറ ബസ് സ്റ്റാൻഡിൽ നിന്നും ബൈക്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ സമീർ സഞ്ചരിച്ച ബൈക്കിൽ ഇടമലയിൽ നിന്നും എടക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. എടക്കര സ്വദേശി സുധീറാണ് മരിച്ചത്. എടവണ്ണപ്പാറ മുണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിന് സമീപം ബൈക്കിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെയാണ് ബൈക്കിടിച്ചത്. മുണ്ടക്കുളം സ്വദേശി മുഹമ്മദ് ഷമ്മാസാണ് മരിച്ചത്. എടക്കര നാട് കാണിച്ചുരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. മൈസൂരിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ട്രാവലറും എടവണ്ണ പത്തിരിയാലിൽ നിന്ന് ഊട്ടിയിലേക്ക് കുടുംബം സഞ്ചരിച്ച കാറുമാണ് ചുരത്തിലെ അത്തിക്കുറുക്കിന് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 8ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ജൂബിലി റോഡിന് സമീപത്തെ കുന്നിൻ മുകളിലെ 2 ഏക്കറോളം സ്ഥലത്തെ പുൽക്കാടുകൾ കത്തിനശിച്ചു. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ സേന എത്തിയെങ്കിലും വഴി സൗകര്യക്കുറവുള്ളതിനാൽ അഗ്നിരക്ഷാ വാഹനം ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാനായില്ല. തുടർന്ന് മരച്ചില്ലകളും മറ്റും ഉപയോഗിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീകെടുത്തിയത്. നിലമ്പൂർ ചാലിയാറിന്റെ പ്രധാന ഉപനദികളിലൊന്നായ പുന്നപ്പുഴയിലെ ജലവിധാനം ഉപയോഗിച്ച് ബൃഹത് ജലസേചന പദ്ധതിക്ക് ആലോചന. കർഷക തൊഴിലാളി യൂണിയൻ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയത്. വിവിധ ഘട്ടങ്ങളിലായി കുറ്റിപ്പുറം പോലീസ് പിടിച്ചെടുത്ത തൊണ്ടി വാഹനങ്ങൾ കത്തിനശിച്ചു. കനത്ത ചൂടിനെ തുടർന്നാണ് അഗ്നിബാധയെന്നാണ് നിഗമനം. കത്തിനശിച്ചവയിൽ ഏറെയും മണൽക്കടത്ത് വാഹനങ്ങളാണ്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. വേനൽ കടുക്കുമ്പോഴും കാട്ടുചോലകൾ ഉൾപ്പെടെ വറ്റിയത് മൂലം മലയോരം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നു. കാട്ടുചോലകൾ വറ്റിയതോടെ താഴ്വാരങ്ങളെയും വരൾച്ച ബാധിച്ചു. മഴ കുറവായതിനാൽ പുഴകളും തോടുകളും ജനുവരിയിൽ തന്നെ വറ്റി. എടപ്പാൾ കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.